സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇപ്പോഴും നിനക്ക് കടമുണ്ടോ? വീട് വയ്ക്കുവാനിടയായി, അങ്ങനെയാണ് കടം പെരുകാനിടയായത്. കടം വാങ്ങിയാണോ വീട് പണിതത്? കടം വാങ്ങുമ്പോൾ അത് കൊടുക്കുവാനുള്ളതായ വരുമാനം നിനക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ വാങ്ങാൻ. വാടക വീട്ടിൽ താമസിച്ച് മടുത്തു, അതുകൊണ്ടാണ് സ്വന്തം വീട് വെച്ച്. അങ്ങനെ സ്വന്തം വീട് വെക്കുമ്പോൾ കടം വരാനിടയായി. ഉള്ള വീട് കൂടെ വിറ്റു തുലച്ച അനേകം ആളുകളുണ്ട്. അതാത് ദിവസത്തിന്റെ ദോഷം മതി. ചില ആളുകളോട് ഞാൻ സ്ട്രിക്റ്റായിട്ട് ചോദിക്കും, എന്തിനാണ് കടം വാങ്ങിയത്? അപ്പോൾ ഒരു ബ്രദർ പറയാനിടയായി, എൻ്റെ പിതാവിന് ആക്സിഡന്റ് സംഭവിച്ചു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് ബില്ല് 5 ലക്ഷം ഇടുവാനിടയായി, അതിനുവേണ്ടിയായിരുന്നു ഞാൻ കടം വാങ്ങാനിടയായത്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി. ചില ആളുകളെ സംബന്ധിച്ച് അനാവശ്യമായ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാണ് കടം വാങ്ങാറുള്ളത്. അതുപോലെ ജീവിതത്തിൽ ആക്സിഡന്റുകൾ സംഭവിച്ച് തന്മൂലം കടത്തിലായ അനേകം ആളുകളുണ്ട്. ജോലിയിലുണ്ടായ അനാവശ്യമായ പ്രശ്നങ്ങൾ കാരണം സസ്പെൻഡായിട്ട് ശമ്പളം കിട്ടാതെ പിന്നീട് കടഭാരത്തിൽ ആയ വ്യക്തികളുണ്ട്. നിങ്ങൾ ഏത് രീതിയിലുള്ള കടഭാരത്തിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും ഈ ദിവസം വായ് തുറന്ന് നിങ്ങളുടെ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ നിന്റെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കും. ആരെങ്കിലും കടമെന്ന് പറഞ്ഞു വരുമ്പോൾ എത്രയാണ് നിങ്ങളുടെ കടം എന്ന് ചോദിക്കുമ്പോൾ 1 ലക്ഷമാണെന്ന് പറയുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യുമെന്നറിയാമോ? ആ 1 ലക്ഷം കടം വീട്ടിട്ട് 1 ലക്ഷം കൂടെ കടം വാങ്ങുവാനിടയാകും. ഒരാൾ പറഞ്ഞു, എനിക്ക് കടമുണ്ടെങ്കിലേ ഉറക്കം വരൂവെന്ന്. എന്താണ്? കടമുണ്ടെങ്കിലേ ഉറക്കം വരികയുള്ളെന്നോ? ഏത് ഭയമാണ് നിങ്ങളെ പീഡിപ്പിക്കുന്നത്? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ ശാരീരികമായ രോഗങ്ങളാണോ? എൻ്റെ ശരീരത്തിൽ രോഗമുണ്ട്. ഏത് രോഗമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. BP-യോ തൈറോയിഡോ ഷുഗറോ, ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ്സോ, അല്ലെങ്കിൽ നടുവേദനയോ, കിഡ്നിയുടെ വേദനയോ, മൈഗ്രെയിനോ, മുട്ടിന് വേദനയോ, ഏതെങ്കിലും ഒന്ന് എൻ്റെ ശരീരത്തിൽ രോഗമുണ്ട് എന്ന് പറയുന്നവർ ദയവ് ചെയ്ത് കൈയുയർത്താമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുമോ? നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. രോഗമില്ലാതിരിക്കുമ്പോൾ തന്നെ രോഗമുണ്ടായിരിക്കുമെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരു വ്യക്തി വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. വിമാനത്തിൽ കയറിയപ്പോൾ അവിടെ ചേർന്നിരിക്കണം, അടുത്തടുത്തിരിക്കണം. അദ്ദേഹം ഇടയ്ക്ക് നിലവിളിക്കുവാൻ തുടങ്ങി. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറയുന്നു, എനിക്ക് മന്ത് വന്നിരിക്കുന്നു, എൻ്റെ കാലിന് മന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതെന്താണ്? എയറോപ്ലെയിനിൽ കയറിയിരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മന്ത് വരാൻ നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്? അപ്പോൾ പറയുകയാണ്, ഇതിനു മുമ്പ് ഞാൻ ചൊറിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് സ്പർശനം അറിയുവാൻ കഴിയുന്നില്ല. ഓഹോ, അതാണോ കാര്യം? ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കാലാണ് ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. അടുത്തിരിക്കുന്ന ആളിന്റെ കാൽ ചൊറിഞ്ഞുകൊണ്ട് തൻ്റെ കാലിന് സ്പർശനം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ് കരയുവാൻ ആരംഭിച്ചു. എന്താണ്? സംശയം വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ദോഷത്തിന് കാരണമാകും. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാകുന്നു. നിനക്ക് രോഗമുണ്ടെന്ന് മനസ്സിലായാൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ. പാപം നൽകുന്ന ശമ്പളം മരണമാണ്. പാപം നൽകുന്ന ടിപ്പാണ് രോഗം. ശമ്പളമാണെങ്കിൽ 1 മാസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ടിപ്പാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലവിന് കിട്ടും. ആ പാപം എന്തു ചെയ്യുന്നു? ഏതെങ്കിലും ഒരു രോഗം നമുക്ക് ടിപ്പായിട്ട് നൽകുകയാണ്. നിങ്ങളുടെ പാപം നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ സകല അനീതിയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം അവൻ നീതിമാനും വിശ്വസ്തനുമാകുന്നു. ഏത് ഭയമാണ് നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? മനുഷ്യരെക്കുറിച്ചുള്ള ഭയമാണോ? സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടുള്ള ഭയം? രോഗങ്ങളെ കൊണ്ടുള്ള ഭയം? എന്താണ്? ഏതെങ്കിലും ഒരു ഭയത്താൽ എല്ലാ മനുഷ്യരും നിരാശപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇസ്രായേൽ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. എന്നാൽ അവർ ദൈവത്തെ മറന്നുപോയിട്ട് മിസ്രൈമിൻ രാജ്യത്തിന് അടിമകളായി തീരാനിടയായി. 400 വർഷങ്ങൾ അടിമകളായി അവർ കഷ്ടപ്പെടാനിടയായി. എന്നാൽ ആ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി. കർത്താവേ, ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഈ ഊഴിയ വേല ചെയ്യുവാൻ കഴിയാതാകുന്നു. ഞങ്ങൾക്ക് ഈ അടിമവേല സഹിക്കുവാൻ കഴിയുന്നില്ല.
എന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മോശയെ അവരുടെ നടുവിലേക്ക് അയച്ചിട്ട് അനേകം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരെ മിസ്രയീമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. അവിടെ എല്ലാവരും ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. എന്താണ്? അവർ എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഫറവോന്റെ രഥത്തിന്റെ ശബ്ദം കേട്ടു. ഫറവോൻ അവരെ പോകാൻ അനുവദിച്ചു. എന്നാൽ രഥമെടുത്തിട്ട് അവരെ പിന്തുടർന്ന് ഇപ്പോൾ വരികയാണ്. അയ്യോ, ഫറവോൻ നമ്മെ പിന്തുടരുന്നുണ്ട്, നമുക്ക് ഓടിപ്പോകാമെന്ന് നോക്കിയപ്പോൾ എതിർവശത്ത് എന്താണുള്ളത്? ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്താണുള്ളത്? ഞങ്ങളുണ്ടെന്നാണോ? എൻ്റെ മുൻപിലത്തെ കാര്യമല്ല പറയുന്നത്. അവിടെ ചെങ്കടലുണ്ട്. എന്താണുള്ളത്? എതിരായിട്ട് ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും. ഇപ്പോൾ എന്തു ചെയ്യണം? മുൻപോട്ട് പോവുകയാണെങ്കിൽ ആഴമായ സമുദ്രം, പിൻപോട്ട് പോയാൽ ശത്രുവായ ഫറവോൻ. ചിലരുടെ ജീവിതവും അങ്ങനെ സ്റ്റക്കായിട്ട് പോകാറുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയില്ല, പിൻപോട്ട് പോകാനും കഴിയില്ല. പിശാച് ചുറ്റും വളഞ്ഞിട്ട് മനുഷ്യനെ ഭയപ്പെടുത്താറുണ്ട്, മനുഷ്യനെ കെണിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രശ്നങ്ങളിൽ കുടുക്കിക്കളയാറുണ്ട്. എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിൽ ദൈവത്തോട് നാം നിലവിളിക്കണം. പലരും ദൈവത്തോട് നിലവിളിക്കുകയില്ല. കഷ്ടത വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയാണ്. എന്താണ് സഹോദരി ഞാൻ പറഞ്ഞത്? എന്താണ്? കഷ്ടതയുണ്ടാകുന്ന സമയത്ത് ദൈവത്തെ കുറ്റം പറയുകയാണെങ്കിൽ ആ കഷ്ടത മാറില്ല. കഷ്ടത വരുമ്പോൾ ദൈവത്തോട് നാം നിലവിളിക്കണം. കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോൾ, കർത്താവേ, ഇത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ട് മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ മഴ പെയ്യുകയാണോ? എന്തൊരു ദൈവമാണങ്ങ്! നിനക്ക് വേണ്ടി മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ്? ഇങ്ങനെയൊക്കെ പറയുവാൻ തോന്നും. ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മഴ പെയ്ച്ചത്? ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പ്രളയം വന്നു? ദൈവമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കഷ്ടത വന്നു? ദൈവമില്ല, ഒന്നുമില്ല. എന്തിനു നാം വിശ്വസിക്കണം? എന്തിന് മീറ്റിംഗ് വെക്കണം? ദൈവം പറഞ്ഞതുകൊണ്ട് ഈ മീറ്റിംഗ് നാം നടത്തണം. ദൈവത്തോട് നിലവിളിക്കണം. നിലവിളിക്കുമ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ആ മഴ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും സുഖമായിട്ടിരുന്ന് ഉറങ്ങിയാനും ആരും പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. എന്താണ്? എല്ലാ വ്യക്തികളും ഹൃദയഭാരവുമായിട്ട്, കർത്താവേ, ഞാൻ കാരണമാണോ തടസ്സമുണ്ടായത്? ഞാൻ കാരണമാണോ ഇപ്പോൾ മഴയുണ്ടായത്? എൻ്റെ കുറവാണോ അപ്പാ? ഇന്ന് രാത്രി നീ മഴ നിർത്തണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പോൾ നമുക്ക് നല്ല കാലാവസ്ഥ ദൈവം നൽകി. കഷ്ടത വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കരുത്, ദൈവത്തോട് നിലവിളിക്കുക. അവൻ മനഃപൂർവമായി മനുഷ്യന് ദുഃഖമോ വേദനയോ കൊടുക്കുന്നവൻ അല്ല. ഏതു കഷ്ടത വന്നാലും ദൈവത്തെ സ്തുതിക്കുകയും നിലവിളിക്കുകയും ചെയ്യണം. ഈ ഇസ്രായേൽ മക്കൾക്ക് കഷ്ടത വരുമ്പോൾ പിറുപിറുക്കുകയല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ അറിയില്ല. കാരണം അവർക്കൊരു നായകനായി മോശയുണ്ടായിരുന്നല്ലോ. ആ മോശയാണ് അവരെ നടത്തുന്നത്. എന്തിനാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? മിസ്രൈമിൽ കിടന്ന് ഞങ്ങൾ മരിക്കില്ലായിരുന്നോ? ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനമില്ല, ഫറവോൻ ഇതാ വരികയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ മോശയ്ക്ക് പോകാം. എന്നാൽ മോശ എന്താണ് പറഞ്ഞത്? മോശയുടെ അടുക്കൽ വന്നിട്ട് അവർ നിലവിളിച്ചപ്പോൾ മോശ എന്ത് ചെയ്യുമായിരുന്നു? ദൈവത്തോട് നിലവിളിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ പുരുഷൻ എന്തെങ്കിലും കഷ്ടത വരികയാണ് എങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്താറുള്ളത്? പറയൂ, ആരെയാണ്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യയെ കുറ്റം പറയും. നിന്റെ കാരണമാണ്, നിന്റെ മുഖം കണ്ടിട്ട് പോയത് കൊണ്ടാണ്, ഇന്ന് നോക്ക് എല്ലാം തടസ്സമായിരുന്നു ഓഫീസിൽ. പാവം, അവളെന്താണ് ചെയ്ത്? ആഹാരം പാകം ചെയ്തെന്നതാണോ? അതാണോ കുറ്റം? എന്താണ്? എന്ത് ചോദിച്ചാലും നിന്റെ അപ്പനോട് ചോദിക്ക്, അപ്പനോട് ചോദിക്ക്, അപ്പനോട് ചോദിക്ക്. എന്താണ്? നിനക്കെന്താണ്? വേറെ പണിയില്ലേ? എന്ത് ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ചെയ്യുന്നത്? അവർക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പൻ്റെ സ്നേഹത്തെ എല്ലാവരും മനസ്സിലാക്കില്ല, അമ്മയുടെ സ്നേഹമാണ് മനസ്സിലാക്കുന്നത്. കാരണം ആഹാരം കൊടുക്കുന്നത് കൊണ്ട്. പിതാവ് കഷ്ടപ്പെട്ടാണ് കൊണ്ടുവരുന്നത്, വിയർപ്പൊഴുക്കിയാണ് കഷ്ടപ്പെടുന്നത്. പിതാവ് അച്ചടക്കത്തോടെയായിരിക്കും. വേണ്ട, അരുതെന്ന് പറയും. അതുകൊണ്ട് പിതാവിന് സ്നേഹമില്ലെന്നാണ് വിചാരിക്കുന്നത്. അപ്പൻ താൻ സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുവാനിടയാകും. ഈ ദിവസം അനേകം ആളുകളും ദൈവത്തോട് നിലവിളിക്കില്ല. മനുഷ്യർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്?
കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയാകും. ഇവിടെ മോശ ദൈവത്തോട് നിലവിളിക്കാനിടയായി. ദൈവം പറഞ്ഞു, നീ ആ വടിയെടുക്കൂ. അവൻ വടിയെടുത്ത് നീട്ടിയപ്പോൾ ചെങ്കടൽ 2 ഭാഗമായിട്ട് മാറി. വെള്ളം 2 വശത്തേക്കും അതിരായിട്ട് പൊങ്ങി നിൽക്കുവാനിടയായി. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകാനിടയായി. എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നിയത്. നോക്കൂ, പുറപ്പാട് 14 അധ്യായം 22 വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. എപ്പോഴെങ്കിലും നമുക്കറിയാം, നമ്മുടെ അടുത്ത് നദികളുണ്ട്. എന്താണ്? ഇപ്പോൾ ചെന്നൈ പോകുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള സമുദ്രത്തിന്റെ തീരത്ത് ചെന്നിട്ട് സമുദ്രമേ 2 ഭാഗത്തേക്ക് മാറിപ്പോകൂ എന്ന് പറയുമ്പോൾ 2 ഭാഗത്തേക്കും വെള്ളം മതിലായി നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് ചെന്നൈയിലേക്ക് നടന്നു പോകാൻ കഴിയും. എത്ര സുഖമായിരിക്കും? നടക്കുമോ? എന്താണ്? നടക്കുമോ? മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. എത്ര വലിയ അത്ഭുതം നടന്നുവെന്ന് ചോദിച്ചാലെന്ന്, ആ സമുദ്രം 2 ഭാഗമായി മാറി നിന്നപ്പോൾ അതിന്റെ നടുവിൽ കൂടി ഇസ്രായേൽ ജനം നടന്നക്കരയ്ക്ക് പോയി. ഇസ്രായേൽ ജനം മൊത്തം എത്ര പേരാണെന്നറിയാമോ? 10 പേരാ. 6 ലക്ഷം പുരുഷന്മാർ, 6 ലക്ഷം യൗവനക്കാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരെയും കൂട്ടിയാൽ ഏകദേശം 20 ലക്ഷം ആളുകൾ. 20 ലക്ഷം ആളുകൾ സമുദ്രത്തിന്റെ ഒരു തീരത്ത് നിന്ന് മറുതീരത്തേക്ക് ഒറ്റ രാത്രി കൊണ്ട് നടന്നു പോകാനിടയായി. എത്ര രാത്രിയാണ്? ലൈനായിട്ട് ക്യൂവായിട്ട് പോയാൽ, ലൈനായിട്ട് പോവുകയാണെങ്കിൽ 35 ദിവസം എടുക്കുമെന്നാണ്. അത്രയും ആളുകൾ പോകുന്നതിന് വേണ്ടി എത്ര ദിവസം എടുക്കും? 35 ദിവസം എടുക്കുമെന്നാണ്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അവർ കടന്നു എന്ന് പറയുമ്പോൾ സമുദ്രം ചെറുതായിട്ടൊന്ന് വിഭാഗിച്ചെന്ന് അല്ല, 3 മൈൽ വീതിയിൽ വഴി കൊടുത്തു. ഒരു വശത്ത് വെള്ളം നിൽക്കുന്നു, മറുവശത്തും വെള്ളം നിൽക്കുന്നു. മധ്യയിൽ സമുദ്രം 3 മൈൽ വീതിയിൽ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ലൈനിൽ 5000 ആളുകൾ വെച്ച് 20 ലക്ഷം ആളുകൾ നേരം വെളുത്തപ്പോഴേക്കും ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് കടന്നു കഴിഞ്ഞു. എത്ര അത്ഭുതകരമായ കാര്യമാണ്! ഇതിന് എന്താണ് പറയുന്നത്? 20 ലക്ഷം ആളുകൾ. സമുദ്രത്തിലെ വെള്ളം വിഭാഗിക്കപ്പെട്ടു. അതിൽ ചെളിയുണ്ട്, ഒരുപാട് മാലിന്യമുണ്ട്, നനഞ്ഞു കുതിർന്നു കിടക്കുകയാണ്. എന്നാൽ അവർ എങ്ങനെയാണ് നടന്നുപോയത്? ഉണങ്ങിയ നിലത്തുകൂടിയാണ് നടന്നത്. ഇപ്പോൾ നോക്കൂ, ആ ദൈവവും നമ്മുടെ ദൈവവും ഒരുവനാണോ? പറയൂ, ആ ദൈവവും നമ്മുടെ ദൈവവും ഒരുവൻ തന്നെയാണോ? അങ്ങനെയുള്ള അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അവന് ചെയ്യാൻ കഴിയുമോ? അവൻ ചെയ്യുമെന്ന് ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നാം അതൊരിക്കലും മറക്കരുത്. നാം നന്ദിയുള്ളവരായിരിക്കണം. യാദൃശ്ചികമായി സംഭവിച്ചു എന്ന് വിചാരിക്കരുത്. അവനോട് നിലവിളിച്ചതായ സമയത്ത് അവൻ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചു. ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് ഉണങ്ങിയ നിലത്തുകൂടി അവർ കടന്നുപോയി. ഫറവോനും സൈന്യവും പിന്നാലെ വരുന്നുണ്ടായിരുന്നുവല്ലോ. പിന്നെ അവർ എവിടെ പോയി ഇപ്പോൾ? നോക്കൂ, ഞാൻ പറയുന്നത് നിങ്ങളിൽ ചില ആളുകൾക്ക് അത്രമാത്രം മനസ്സിലായില്ല എങ്കിലും മനസ്സിലാക്കുന്നവർക്കിത് അത്ഭുതമായി തീരുവാനിടയാകും. 14 അധ്യായത്തിൽ തന്നെ 19 വാക്യം. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അതു അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം ഇടയായി. ഇസ്രായേലുടെ മുൻപിൽ നടക്കുന്നതായ ദൈവത്തിന്റെ ദൂതൻ ചെങ്കടൽ 2 ഭാഗമായപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻപിൽ പോയി നിൽക്കാനിടയായി. അവരുടെ പിൻപിൽ ആരുണ്ട്? ഫറവോനും സൈന്യവുമുണ്ട്. ഫറവോന്റെയും സൈന്യത്തിന്റെയും ഇസ്രായേൽ മക്കളുടെയും മധ്യയിൽ ദൈവത്തിന്റെ ദൂതൻ നിന്നപ്പോൾ
അവിടെ മേഘസ്തംഭം തടസ്സമായി വന്നപ്പോൾ മിസ്രൈമ്യർ നിന്ന സ്ഥലത്ത് അന്ധകാരമായിട്ട് മാറി. അവരുടെ മുൻപിലുള്ള കാര്യങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല. രാത്രി മുഴുവൻ അവർ അന്ധകാരത്തിൽ ആയിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു പോയപ്പോൾ അവർക്ക് തടയുവാൻ കഴിഞ്ഞില്ല. എത്ര അത്ഭുതമാണിത്! മനസ്സിലാക്കുന്നവർക്ക് ഇത് എത്ര അത്ഭുതമായിട്ട് തോന്നും. എന്നെ സംബന്ധിച്ച് ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ ഉറക്കെ ചിരിക്കുവാനിടയായി. ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കുവാനിടയായി. എന്തൊരു പ്ലാനിംഗ് ആണിത്! ഇത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് കൃത്യതയോടുകൂടി ദൈവം പ്ലാൻ ചെയ്യുമോ? നാം കഷ്ടതയിൽ അകപ്പെടുന്ന സമയത്ത് നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ ഇത്രമാത്രം സജ്ജീകരണങ്ങൾ ചെയ്യുമോ? ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച് നമ്മെ വിടുവിക്കുമോ? നമ്മുടെ മുൻപാകെ അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ രക്ഷപ്പെടുത്തുമോ? അവനെ വിശ്വസിക്കുന്നവർക്ക് ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുമോ? അവനിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾ വിശ്വസിക്കുമോ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതം ത്രില്ലിംഗ് ആണ്, ഒരത്ഭുതമാണ്, അതിശയമാണ്. ഓരോ ക്ഷണവും ഓരോ നിമിഷവും ഉല്ലാസമാണ്, സന്തോഷമാണ്. പ്രാർത്ഥന. എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം നൽകാൻ പോകുന്നു. നിങ്ങളുടെ ഭയം എന്താണെങ്കിലും, നിങ്ങളുടെ മുൻപിൽ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായെന്നാലും, അത് ചെങ്കടൽ ആണെങ്കിലും ഫറവോനും സൈന്യവുമാണെങ്കിലും, അത് പിശാചിന്റെ ബന്ധനങ്ങളാണ് എങ്കിലും, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്തതായ സ്ഥിതിയിൽ എവിടെയാണ് നീ നിൽക്കപ്പെടാനിടയായത്? എവിടെയാണ് നീ സ്റ്റക്കായി പോയത്? ആ സ്ഥിതിയിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കർത്താവ് തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും കണ്ണുകളടയ്ക്കൂ. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ഒരുമിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. ഇത്ര ശക്തമായ മഴയുടെ നടുവിലും ഈ മീറ്റിംഗ് തടസ്സം കൂടാതെ നടത്തിയതായ കർത്താവേ, ഇതിനു വേണ്ടിയാണ് നീ സഭയെ കൂട്ടിവരുത്തിയതെന്ന് ഞങ്ങൾ തിരിച്ചറിയേണ്ടതിന്, എനിക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ദൈവം കേൾപ്പിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ജീവിതത്തിൽ സാക്ഷ്യം പറയുന്നതിനായിട്ട് നിന്റെ മക്കൾക്ക് ആവശ്യം എന്താകുന്നു? അവരുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണ്? അവരുടെ ആവശ്യങ്ങളെ നീ നികത്തേണമേ. ഈ സഭയിലാകട്ടെ, ഈ സഭയിലെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലാകട്ടെ മദ്യപാനികളുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ ക്ഷണം തന്നെ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. മദ്യപാനത്തിന് അടിമയായി തീർന്ന എല്ലാ വ്യക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണെന്ന്. ബലഹീനതയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുന്നതിന് ഇനിയൊരിക്കലും ആ മദ്യപാനത്തിലേക്ക് പോകാതിരിപ്പാൻ ഒരു പുതിയ ഹൃദയത്തെ നിന്റെ മക്കൾക്ക് നീ കൊടുക്കണമേ. എന്റെ ശരീരത്തിൽ ഒരു തീരാ രോഗമുണ്ട്, ഒരു ബലഹീനതയുണ്ട്, പറയുവാൻ കഴിയാത്ത ഒരു രോഗമുണ്ടെന്ന്, എയ്ഡ്സ് പോലെയുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട് എങ്കിൽ അവർക്ക് നീ അനുതാപം കൊടുക്കുമാറാകണമേ. അവരുടെ പാപത്തിനു വേണ്ടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിന്റെ പാദങ്ങൾ പിടിച്ചുകൊണ്ട് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ നീതിമാന്മാരാക്കാൻ അവൻ വിശ്വസ്തനായ ദൈവമാകുന്നു എന്നുള്ളതായ ദൈവത്തിന്റെ വചനം അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്റെ രക്തമൊഴുക്കി അവരെ ശുദ്ധീകരിക്കുമാറാകണമേ. ആർക്കെല്ലാം ഏതെല്ലാം ഭാരങ്ങളുണ്ട്, ബലഹീനതയുണ്ടെന്ന് നീ തിരിച്ചറിയുന്നത് കൊണ്ട് ശാരീരിക സംബന്ധമായ എല്ലാ ബലഹീനതകളിൽ നിന്നും, എല്ലാ മാനസിക ഭാരങ്ങളിൽ നിന്നും നിന്റെ മക്കളെ ഈ ദിവസം വിടുവിക്കുകയാണ് കർത്താവേ. നീ ഏറ്റ അടിപ്പിണരുകളാൽ ഉള്ളതായ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ അപ്പ. നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ഞാനാണ് എന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടഭാരത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിലും, രോഗത്തെക്കുറിച്ചുള്ള ഭയമാണെങ്കിലും, മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ടെൻഷനാണെങ്കിലും, അതുപോലെ ഏതെല്ലാം ഭാരത്താലായിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ ഉള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട, യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും എന്ന വചനം ഞങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. നീ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നീ തെളിയിച്ചു തന്നതായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇന്നു മുതൽ അത്ഭുത കാര്യങ്ങൾ നടക്കുവാൻ ദൈവമേ നീ സഹായിക്കണമേ. എന്റെ കർത്താവ് എന്നോടൊപ്പം ഉണ്ട് എന്ന ധൈര്യത്തോടു കൂടി, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.
നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ